ഡിസോൺ കലോത്സവത്തിൽ SFI പ്രവർത്തകരെ ആക്രമിച്ച കേസിൽ 3 KSU പ്രവർത്തകർ കൂടി കീഴടങ്ങി. അക്ഷയ്, ആദിത്യൻ, സാരംഗ് എന്നിവരാണ് കീഴടങ്ങിയത്. ആലുവ മുപ്പത്തടത്താണ് പ്രതികൾ കീഴടങ്ങിയത്. വിവരങ്ങളുമായി ശരത് ഓങ്ങലൂർ ചേരുകയാണ്. ശരത്ത്, നേരത്തെ ഈ ഗോകുൽ ഗുരുവായൂർ അടക്കമുള്ളവരെ പോലീസ് പിടികൂടിയതും ഇതേ ആലുവയിൽ നിന്ന് തന്നെയായിരുന്നു. ഇപ്പോൾ 3 പ്രവർത്തകർ അവിടെ നിന്ന് കീഴടങ്ങുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവർക്ക് ആ മേഖലയിൽ ആലുവ കേന്ദ്രീകരിച്ചൊരു ഒളിയിടമുണ്ടായിരുന്നു എന്ന് തന്നെയാണ്. മനു, തീർച്ചയായിട്ടും അത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ആദ്യം 3 പേരെ അറസ്റ്റ് ചെയ്തതും ഇതുപോലെ ആലുവയിൽ വെച്ച് തന്നെയായിരുന്നു. ഇപ്പോൾ 3 പേരെ ഇതിനകത്ത് കീഴടങ്ങിയിട്ടുള്ളതും ആലുവയിലുള്ള പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ടാണ്. അക്ഷയ്, ആദിത്യൻ, സാരംഗ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്, കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കഴിഞ്ഞ തവണ ഗോകുൽ ഗുരുവായൂർ, സച്ചിൻ, സുദേവ് എന്നിവരും ആലുവയിൽ നിന്നാണ് പിടികൂടിയിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ 6 പേരെ പിടികൂടിയിട്ടുണ്ട്. ഈ ഡിസോൺ കലോത്സവത്തിൽ XFIയുടെ യൂണിറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ആശിഷ് കൃഷ്ണ നൽകിയ പരാതിയിൽ 14 പ്രതികളാണുള്ളത്. അതിൽ 6 പേർ പോലീസിന്റെ പിടിയിലായിട്ടുണ്ടെന്ന് പറയുന്നു. ആദ്യം പിടിയിലായിട്ടുള്ള 3 പേർ പോലീസ് റിമാൻഡിലാണ്. മറ്റു 3 പേരെ ഇപ്പോൾ കീഴടങ്ങിയിട്ടുണ്ട്. അവരെ മാള പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് നമുക്ക് പോലീസുമായി ബന്ധപ്പെട്ടവർ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. മനു, ഇനി എത്ര പേരെ കൂടിയാണ് പിടികൂടാൻ ബാക്കിയുള്ളത്? മനു, 14 പേരിൽ 6 പേരെ മാത്രമാണ് പിടികൂടിയിട്ടുള്ളത്. ബാക്കിയുള്ളവരെ കൂടി പിടികൂടാനുണ്ട്. എത്രയും പെട്ടെന്ന് പിടികൂടാനുള്ള, അല്ലെങ്കിൽ അവരെ സമ്മർദ്ദത്തിലാക്കി കീഴടങ്ങാൻ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വ്യാപകമായ പരിശോധന ഇവരുടെ വീടുകളിലും മറ്റ് സുഹൃത്തുക്കളുടെ വീടുകളിലും ബന്ധുവീടുകളിലും നടക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും വരും ദിവസങ്ങളിൽ തന്നെ ബാക്കിയുള്ളവർ കൂടി പിടിയിലാകും എന്ന് തന്നെയാണ് പോലീസ് നമുക്ക് നൽകുന്ന സൂചന. ശരി ശരത്താണ് വിവരങ്ങൾ നൽകിയത്. 3 പ്രതികൾ കൂടി കീഴടങ്ങിയിരിക്കുകയാണ്. ആലുവയിൽ നിന്നാണ് ഇവർ കീഴടങ്ങിയിരിക്കുന്നത്.